നാളെ ചേട്ടാ നമുക്കിന്ന് ബ്രൗണി കഴിക്കാലോ. ചോക്ലേറ്റ് ബർണ്ടാ അപ്പം ഉണ്ടല്ലോ ഞങ്ങൾക്ക് കുറേ ദിവസമായി ബ്രൗണി തിന്നാനൊരു ക്രേവിങ്സ്. അങ്ങനെ ഇത്താത്തനോട് പറഞ്ഞു, അങ്ങനെ ഇത്താത്ത ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞു. പിന്നെ ഉണ്ടല്ലോ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടാണല്ലേ വർത്താനം പറഞ്ഞ സൗണ്ടും അടിച്ചു പോയി. അങ്ങനെ ചോക്ലേറ്റ് മുറിച്ചിട്ട് ഒരു ബട്ടർ ഇട്ടിട്ട് അങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിലാണ് കേട്ടോ ചെയ്യേണ്ടത്. ഒരു പാത്രത്തിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ച് ചെയ്യുന്നതിനാണ് ഡബിൾ ബോയിൽ എന്ന് പറയാം. മെൽട്ടായി വന്നതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഷുഗറും മുട്ടയും ആഡ് ചെയ്യാം. 4 മുട്ട ആഡ് ചെയ്യണേ. 4 മുട്ട ഒന്നിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ. ഒരു മുട്ട ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മുട്ട, അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് വാനില എസൻസ് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എന്നിട്ട് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നേരത്തെ മിക്സിലേക്ക് ഇത് കുറച്ചായിട്ട് അടിച്ച് മിക്സ് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ മിക്സ് ചെയ്താൽ മതി. പിന്നെ ഉണ്ടല്ലോ ഈ ബ്രൗണി ഫ്ലോപ്പോന്ന് വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ബട്ട് ഇത് സക്സസ് ആയി. എൻ്റെ ദീദിക്കും ഫാമിലിക്കും കൊടുത്തു വെച്ചിട്ട് അവരുടെ റിവ്യൂ ഞാൻ ഇടാം കേട്ടോ. ബ്രൗണി സൂപ്പർ, അടിപൊളിയായി. സൂപ്പർ എൻ്റെ ദീദിയും വലിയ കുക്കാണ് കേട്ടോ. പിന്നെ ബട്ടർ പേപ്പർ ഇല്ലാത്തൊരു വിഷമിക്കണം കേട്ടോ. ഒരു പേപ്പർ എടുക്കുക, അതിൽ ഓയിൽ വെക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. ബട്ടർ പേപ്പർ റെഡി. അപ്പം നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അത് സെറ്റാക്കാൻ വെക്കാം. എന്നിട്ടൊരു 20 or 30 minutes കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ ബ്രൗണി റെഡിയായി. ഇനി അത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഞാൻ കഴിക്കുന്ന വീഡിയോ ഇവിടെ കേട്ടോ.